ഞാൻ ഡോക്ടർ നബീൽ, കൺസൾട്ടൻ്റ് ഓർത്തോപെഡിക് സർജൻ. എന്താണ് ആർത്രൈറ്റിസ്? തുടർച്ചയായിട്ടുള്ള വേദനയും നീർവീഴ്ചയും വരുന്ന ഒരു ജോയിൻറ്റിനെയാണ് ആ രോഗിയാണ് നമ്മൾ ആർത്രൈറ്റിസ് ഉണ്ട് എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള ആർത്രൈറ്റിസ് എന്തൊക്കെയാണ്? ഒന്ന്, ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്. സാധാരണയായി പ്രായാധിക്യം കൊണ്ടുണ്ടാകാവുന്ന ആർത്രൈറ്റിസിനെയാണ് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിലുള്ള ആർത്രൈറ്റിസ് പോസ്റ്റ് ട്രോമാറ്റിക്, ഒരു പരിക്കിനു ശേഷം ഉണ്ടാകാവുന്ന ആർത്രൈറ്റിസിനെയാണ് പോസ്റ്റ് ട്രോമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. മറ്റു പല തരത്തിലുള്ള ആർത്രൈറ്റിസ്, ഒന്ന് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, ഇൻഫെക്ടറി ആർത്രൈറ്റിസ്, മെറ്റബോളിക് ആർത്രൈറ്റിസ്, അങ്ങനെ വിവിധ തരത്തിലുള്ള ആർത്രൈറ്റിസ് ഇന്ന് കാണപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ ആർത്രൈറ്റിസിനെ രോഗം നിർണ്ണയിക്കുന്നത്? രോഗിയുടെ ലക്ഷണങ്ങളും നമ്മുടെ പരിശോധനയ്ക്ക് ശേഷമുണ്ടാകാവുന്ന സജഷൻസും മറ്റു ലാബ് ടെസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ രോഗനിർണയം നടത്തുന്നത്. ഒന്ന് ബ്ലഡ് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ MRI സ്കാൻ, ബോൺ സ്കാൻ, അങ്ങനെ പലതരത്തിലുള്ള ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇയാൾക്ക് ആർത്രൈറ്റിസ് ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലെത്തുന്നത്. രോഗനിർണയത്തിന് ശേഷം ഇതിനുള്ള ചികിത്സ എന്തൊക്കെയുള്ളതാണ്? ഏത് തരത്തിലുള്ള ആർത്രൈറ്റിസ് ആണ് എന്നതനുസരിച്ചിരിക്കും ഇതിനുള്ള ചികിത്സ നൽകേണ്ടത്. ഗ്രോസ്ലി ഇതിനെ മെഡിസിൻസ്, പലതരത്തിലുള്ള മരുന്നുകൾ ഇന്ന് അവൈലബിൾ ആണ് ആർത്രൈറ്റിസിന് വേണ്ടിയിട്ടുള്ള. സന്ധികൾക്കകത്തേക്കുള്ള ഇഞ്ചക്ഷൻസ് മറ്റൊരു തരത്തിലുള്ള ചികിത്സയാണ്. ഒരു പരിധിയിൽ കൂടുതൽ കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ചികിത്സ ഒന്നും തന്നെ ഫലപ്രദം ആകാതെ വരികയും അതിനുശേഷം സർജറിയിലേക്ക് നീങ്ങുന്നതുമാണ് ആർത്രൈറ്റിസിൻ്റെ ഒരു പ്രധാന പ്രശ്നം. നമുക്ക് ആർത്രൈറ്റിസ് വരുന്നതിനെ എങ്ങനെ തടയാം? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രധാനമായും പതിവായിട്ടുള്ള വ്യായാമം അതൊരു പരിധി വരെ ആർത്രൈറ്റിസിനെ തടയാൻ സഹായിക്കും. 2, നമ്മുടെ ഭക്ഷണ രീതികൾ, ജങ്ക് ഫുഡ്സ്, അങ്ങനെയുള്ള ഭക്ഷണ രീതികൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ മത്സ്യം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ള ഭക്ഷണങ്ങൾ, മത്സ്യം, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ്, ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 3, പുകവലി ശീലം ഉള്ളവർ അതിനെ ഒഴിവാക്കുക. 4, അമിതവണ്ണം കൈവരിക്കുന്നത് നമ്മൾ തടയുക. ഇങ്ങനെ പല കാര്യങ്ങളിൽ ഒരു പരിധി വരെ നമുക്ക് ആർത്രൈറ്റിസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്.